ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും പൂരിയുടെയും ഇടിയപ്പത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു വെള്ളക്കടലയുടെ റെസിപ്പി കണ്ടു നോക്കാവേ. നല്ല ടേസ്റ്റാണ് ഈ കടലക്കറി കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ വെറും സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇന്നലെ രാത്രി തന്നെ കുറച്ച് കടല വെള്ളത്തിലിട്ടിരുന്നു. നന്നായിട്ട് കുതിർന്ന കടലേനെ നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേകാനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 4-5 വിസിൽ അടിക്കേണ്ടി വരും. ഞാനിപ്പോൾ ഒരു 5 വിസിലാണ് അടിക്കുന്നത്. എന്നാലാണ് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി കിട്ടണം കടല. ആ നേരം കൊണ്ട് ഇതിനുള്ള തക്കാളി, ഒരു മീഡിയം സൈസിലെ തക്കാളി, ഒരു ചെറിയ സവാള, പിന്നെ ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ, അധികം തേങ്ങ വേണ്ട, കുറച്ച് മതി. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളക്കടല ഉണ്ടല്ലോ, ആ തേങ്ങയുടെ അത്രയും തന്നെ കടല എടുത്തിട്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് നമുക്ക് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം ചൂടായി കഴിയുമ്പം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ച സ്മെല്ലെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിലയും ബിരിയാണി ഇലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അത് കഴിയുമ്പം സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി. ഇത് ഇത്രയും പൊടികൾ മാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി ആ പച്ചമണം, മസാലപ്പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അത് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയിൽ കിടന്ന് തന്നെ തക്കാളി വെന്ത് നന്നായിട്ട് കുഴഞ്ഞ് വരണം. എന്നിട്ട് അതിൻ്റെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഇത് കണ്ടോ, ഇതുപോലെ ആയിക്കഴിഞ്ഞാലും കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരിക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കടലയും കടലയുടെ കൂടെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്കിപ്പം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഈ കടലയും ഈ കടല മസാലയ്ക്കകത്ത് കിടന്നൊന്ന് വേകണം. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിയുമ്പം ഇത് തുറന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കറി ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കടലയും തേങ്ങയും നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വെള്ളം ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം കുറവ് മതി. അതുപോലെ തന്നെ പുട്ട് ഇടിയപ്പത്തിനൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ എല്ലാം മിക്സ് ചെയ്ത് ഒരു കുറച്ച് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയാൽ മതി. അധികം നേരം ഇട്ട് തിളപ്പിക്കരുത്. ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഇച്ചിരി കസൂരി മേത്തി ഉണ്ടെങ്കിൽ കസൂരി മേത്തി, ഇല്ലെങ്കിൽ മല്ലിയില ഇതുപോലെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കടലക്കറി റെഡിയായി. ഞാനിപ്പോൾ രാവിലെ പുട്ടിൻ്റെ കൂടെയാണ് ഈ കറി തയ്യാറാക്കിയത്. നമുക്ക് ഇടിയപ്പം പൂരിയുടെ കൂടെ ഇട്ട് സൂപ്പറാണ്. ട്രൈ ചെയ്ത് നോക്കാം.